ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലല്ലേ? അങ്ങനെ ജങ്കു ഗോലത്തോടെ പോയിട്ട് ഹീറോ റൂമിലിട്ട് ലോക്ക് ചെയ്ത് മാറി അത് വെളിയിൽ പോയി കാലിന് കഴിഞ്ഞു കെട്ടിവിടുക. ഞാൻ പറയുന്നത് ജങ്കൊക്കെ ഹീറോ കോൾഡായിട്ട് മാറിയത് കണ്ട് ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ആ ഗേൾ വന്ന് എങ്ങനെ ജങ്കൊക്കെ വെളിയിൽ വരുമ്പോൾ ആ ഗേൾ സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഓരോന്ന് ബോയ്സ് ഇങ്ങനെ പോകുന്ന കണ്ട് ആ പെണ്ണ് സൈറ്റ് അടിക്കായിരുന്നു. ഓ ചന്നുണ്ടല്ലപ്പാ ഇവരെ കറച്ചിയാ. ജിന്നുണ്ടായിരുന്നു ഫസ്റ്റ്. ജിന്ന് എല്ലാവരും വെളിയിൽ പോയായിരുന്നു. ജിന്ന് വെളിയിൽ പോകാൻ നോക്കായിരുന്നു. ആ ഗേൾ വന്ന് ജിന്നോട് സംസാരിക്കായിരുന്നു. ജിന്ന അവിടെ നോക്കിയിട്ട് എന്താ പറയുന്നത്, ആ പെണ്ണ് ഇംഗ്ലീഷിലും ഉണ്ട്, ഇംഗ്ലീഷ് അറിയാം. പിന്നെ ജിന്നയുടെ കയറായിരുന്നു. നീ അവൾ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ എന്നെ മാരേജ് ആയി കാക്കു നിറയെ ബോയ്സ് ലവേഴ്സ് അങ്ങനെ ഉണ്ട്. ഹീറോയിനെ കുറിച്ച് പറയായിരുന്നു. ജിന്നക്ക് ടെൻഷനെ പളാനൊരടി വെച്ച് ജിന്ന എടുത്ത് പറഞ്ഞു, ഇനി മേലെ എൻ്റെ വൈഫിനെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നെ ബാക്കി വെക്കണമെന്ന് ജിന്ന പറഞ്ഞു. മെറിട്ട് ജിന്ന കൊടുന്ന് പറയാം ബാക്കി അവസരോട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ആരായിട്ട് ഷുഗ വന്നായിരുന്നു. ഷുഗറുടെ സംസാരിക്കാൻ ഷുഗ മൂക്ക് തിരിച്ചിട്ട് ഷുഗ കണ്ടിക്കാതെ പറഞ്ഞ് ഇതെന്ത് ഇങ്ങനെയെന്ന് ജേഹബിനോട് സംസാരിക്കാറുണ്ട്. ജേഹബ് എന്താണെന്ന് കേൾക്കാറുണ്ട്. ജേഹബോട് അതേ പറയുന്നു. ജേഹബ് പറയുന്നു, ആ എനിക്ക് നിന്നെ പോലെ ലൂസിന് എനിക്ക് ഇഷ്ടപ്പെടല്ല. ഞങ്ങളെല്ലാവരും ലവ് മാരേജ് ചെയ്തപ്പാ പോപ്പാ എന്ന് പറഞ്ഞ് ജേഹബ് അവിടുന്ന് പോയായിരുന്നു. ആറം പറയായിരുന്നു. ആറമ്മോട് സംസാരിക്കായിരുന്നു. ആറമ്മ ഹലോ ഇത് ആറമ്മ അവിടുന്ന് പോയായിരുന്നു. ആറമ്മ ജിമ്മിനോട് സംസാരിക്കാറ്. ജിമ്മിന് പറയാറ് എന്താന്ന് പറയായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലപ്പാ. എനിക്കോടെ വൈഫുണ്ടു ബേബീസും ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലപ്പാ. ഞാനക്ക് മാരേജ് കഴിഞ്ഞമ്മാ നിനക്ക് നല്ല ചെക്കനും കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. അങ്ങനെ വെച്ചാൽ വീവർ കണ്ടുകാതെ വൈക്കെടുത്ത് സീത പോയിരുന്നു. ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് അയ്യോ ഈ ലൂസ് വന്നവൾക്ക് വൈഫീ എന്ന് വിളിക്കായിരുന്നു. ഹീറോ വന്നായിരുന്നു. എന്താ എന്നെ വിളിക്കണേ? ഇല്ലേ നമുക്ക് ലോങ് ഡ്രൈവ് പോയിട്ട് വരാം എന്ന് കേൾക്കായിരുന്നു. അങ്ങനെ ഹീറോ നോക്കൂ, ഓ അങ്ങനെയാണോ? ജങ്കൊക്കെ പിടിച്ച് കിസ് ചെയ്തായിരുന്നു. ആ ലിപ്പിൽ കിസ് അടിച്ചു. ആ പെണ്ണുക്ക് ഷാക്കായിരുന്നു. പോ എന്ന് പറയാം. ജങ്ക് ആഹാ കിസ് കിട്ടി എന്ന് പറയുന്നത്. 6 മെമ്പർ ഷാക്കായി നോക്കായിരുന്നു. 6 മെമ്പർ, അതെ 6 മെമ്പർ പോയിട്ടുമില്ല. അവർ ചുമ്മാ വല്ല പോകുന്ന പോലെ ആക്ടിങ് ചെയ്തായിരുന്നു. 6 മെമ്പർ വായ കൈയൊക്കെ ആയിരുന്നു. ജങ്കൊക്കെ പറയായിരുന്നു എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ജങ്കൊക്കെ വേറെ ആളൊക്കെയായിരുന്നു. അങ്ങനായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയുടെ ചേട്ടാർക്ക് പറയായിരുന്നു ഇവക്ക് നോക്കുക ചെക്കനെന്ന്. അതിലൊരു ചെക്കന് കിട്ടിയായിരുന്നു, നല്ല ചെക്കനാണ്. അങ്ങനെയായിട്ട് ജൂലി ചേച്ചിയുടെ പറയാം ഇവൻ്റെ പേര് ഇത് മൈക്കിൾ എന്ന്. ഇവന് നിങ്ങളുടെ മക്കൾ കറക്റ്റാണ്, ഇവന് കുറച്ച് റിച്ചാണ് പറയുന്നു. പിന്നെ മമ്മിക്ക് മൈക്കിളിൻ്റെ ഓക്കെ നല്ല ചെക്കനാണ് എന്താക്കാം വേറെ വഴിയില്ല, ഇവളെന്ന് മാരേജ് വയ്ക്കാൻ കൊടുക്കുക. മൈക്കിൾ വേറെ വഴിയില്ല. മൈക്കിൾ പറഞ്ഞു മോശമില്ല ഞാൻ മാരേജ് കഴിക്കാം എന്ന് മൈക്കിൾക്ക് പറഞ്ഞ ഓക്കെ ആയി. മൈക്കിൾക്ക് ഓ ചബിയായിട്ടുണ്ട് മോശമില്ല എന്ന് പറഞ്ഞ് അവൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അവൾക്ക് മൈക്കിളെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മൈക്കിൾ അത്ര ഹാൻസം ഇല്ല. കൂടുതൽ മൈക്കിൾ മോശമില്ല, കുറച്ച് ഹാൻസം ആയിട്ടുണ്ട്. മാത്രമേ പീരിയസ് മെമ്പർ 7 പേർ ഭയങ്കര ഹാൻസം ആയിട്ടുള്ളൂ. അവൾക്ക് ഇവരായാലും മാരേജ് കറക്റ്റ് ചെയ്തതിൻ്റെ പ്ലാനിട്ട് ഒന്നായില്ല. അങ്ങനെയായിട്ട് ആ പെണ്ണുക്കും അവൻ കൂടെ മൈക്കിൾ കൂടെ അവൾക്ക് മാരേജായി. അതിനെ കൊണ്ട് അവൾ അനീതി വന്നായിരുന്നു. അനീതിക്ക് അവളുടെ മാരേജ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ടിക്ക് പ്രിയക്കും മാരേജ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പിന്നെ കൊറിയൊക്കെ പോയി. ഇപ്പോൾ കൊറിയയിലുള്ളായിരുന്നു. ഹീറോ ഇപ്പോൾ കൊറിയയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോ പറയായിരുന്നു. ഹീറോയ്ക്ക് ഒരു മാതിരായിരുന്നു. മയങ്ങി വീണായിരുന്നു വീണ്ടും. മയങ്ങിയിട്ട് വീണ് കണ്ടിട്ട് ഹീറോയുടെ മമ്മി ഡാഡി അവിടെ വന്നായിരുന്നു. ഇവളെന്താ ഇങ്ങനെ മയങ്ങി വീണ കണ്ടിട്ട് ഡോക്ടർ കോൾ ചെയ്തു. ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു കൺഗ്രസ് ഇവൾ പെണ്ണിട്ടാണ് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് എഡ്മിറ്റ് എന്ന് പറയായിരുന്നു. വീണ്ടാ എന്ന് പറഞ്ഞിട്ട് എന്താ പറയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ സോമ്പർ മമ്മി 7 പേർ നോക്കായിരുന്നു. 7 പേർ ഒന്നുമില്ലല്ലോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ റിയാക്ഷൻ കാട്ടായിരുന്നു. അങ്ങനായിട്ട് ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. അവർക്കൊരു ഗേൾ ബേബി ജനിച്ചായിരുന്നു. അതെ ഗേൾ ബേബി ക്യൂട്ടായിട്ട് കൊയ്യാരി പറഞ്ഞ് ഗേൾ ബേബി ജനിച്ചായിരുന്നു. അത് എല്ലാവരും കുറച്ച് മിക്സായിട്ട് ഹീറോയിൻ മാറി. എല്ലാവർക്കും ഓരോന്ന് ക്യാരക്ടർ ബേബിക്ക് വരും. അതിനായിട്ട് ജങ്കൊക്കെ ഫ്രിഡ്ജിൽ ബടന് ജ്യൂസ് ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ സ്ട്രോബെറി കാണുന്നില്ല. എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഇപ്പോൾ കുറേ ഡേയ്സ് വളർന്നു ബേബി. ജങ്കൊക്കെ അപ്പാ ബേബി ഒയ്യാരില്ല ഈ ഫ്രിഡ്ജിൽ വെക്കാം എന്ന് പറഞ്ഞ് സീക്രട്ട് റൂമുണ്ട്. അവിടെ ഫ്രിഡ്ജിൽ ബനാന വെച്ച് പോയി. ഓഹോ ഡാഡി ഇവിടെ വെച്ചിട്ടുണ്ടാ ഞാൻ തിന്നു എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച ഐസ്ക്രീം കേട്ടോ എന്ത് വെച്ചാൽ ഒന്നും കാണുന്നില്ല. ചങ്കൊക്കെ വീക്ക് ടെൻഷനാണ്. ജിമ്മിന് പറയുന്നു. ജിമ്മിൻ്റെ അടുക്കേക്കായിരുന്നു ബേബി. ഡാഡാ എനിക്ക് സ്കൂളിൽ
ഇങ്ങനെ നടന്നു എന്ന് പറയുന്നു. ചൊക്കെ തല്ലി ഡാഡി ഞാൻ എന്ന് പറയുന്നത്. അങ്ങനെ ജിമ്മിന് മാത്രമേ പോകായിരുന്നു. ബാക്കി ബസ് വിസി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പൾ കോൾ ചെയ്ത് വെച്ചായിരുന്നു, നിങ്ങളെ മോൾ എന്ത് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ വന്ന് നോക്കും. ബാക്കി മെമ്പേഴ്സൊക്കെ വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അതിനായിട്ട് ജിമ്മിന് ഒരു ഹീറോയിൻ അതായത് ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഫോണിങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെയായിട്ട് അവർ ബേബിയിലൊന്നും അവർ നോക്കുമ്പോൾ അവിടെ കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നു. 4 ബോയ്സ് തച്ചിട്ട് ശരിയാക്കി. പാവം കുട്ടികളെ ബാൻഡേജ് എല്ലാം ഇട്ടായിരുന്നു. ഒരു കുത്തിയിട്ട് ബോക്സിങ് ഫൈറ്റിങ് കുത്തിയിട്ട് പാവം അവർ മൂക്കും മല്ലും ഉടച്ച് വെച്ചിട്ട് നമ്മളെ ഒയാരി ഇത് കേട്ടിട്ട് ഷാക്കായി. ഒയാരി കുരിയായിട്ടില്ല. ഒയാരി പറയായിരുന്നു, ഡാഡി ഞാനിവിടെ ഒന്നും ചെയ്യില്ല ഡാഡി, ഇവരെനിക്ക് തല്ലി. അങ്ങനെ CC ക്യാമറ നോക്കുമ്പോൾ ഒയ്യാരി മേലെ ഒരു തപ്പില്ല. എല്ലാ 4 കുട്ടി പറഞ്ഞു ഒയ്യാരി ടോർച്ചർ ചെയ്യാൻ. ഒയ്യാരിക്ക് തല്ലിയായിരുന്നു. ഒയ്യാരി ലഞ്ച് അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ വന്നിട്ട് ടിഫിന് താഴെ ഇട്ടത് എല്ലാം ടോർച്ചർ ചെയ്ത് നിറയെ വീഡിയോസ് ഉണ്ടായിരുന്നു. ഒയ്യാരി ഒന്നും ചെയ്യില്ല, അങ്ങനെ മുണ്ടാതിരുന്ന് പോയിരുന്നു. ഇന്ന് വേണമെന്ന് കുട്ടികൾ ചെയ്തായിരുന്നു. അങ്ങനെ ഒയ്യാരിക്ക് ടെൻഷനായിരുന്നു. ഒയ്യാരി ചേട്ടന്മാരല്ല അവർക്കും ഇങ്ങനെ ടോർച്ചർ ചെയ്തത്. ഇത് കേട്ട പ്രിൻസിപ്പൾ പറയായിരുന്നു, സോജി സാർ അത് എന്ന് പറയായിരുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ഡാഡി വന്നാൽ എന്നെ ആരാ ചെയ്തത് 4 കുട്ടികൾ ഡാഡി വന്നായിരുന്നു. അങ്ങനെ ഓരെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ നിങ്ങളെ കുട്ടികൾ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ ഞാൻ വിടാമെന്ന് പറയായിരുന്നു. ആ TC എടുത്ത് കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് വേറെ സ്കൂളിൽ പോയിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സോറി സാറ് പറഞ്ഞിട്ട് അവർ പോയിരുന്നു. ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ബീച്ച് സൈഡായിരുന്നു എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഫാമിലി ഉണ്ട്. ഹീറോയിൻ്റെ ഫാമിലി എങ്ങനെയൊക്കെയും കൃഷിയുടെ ഫാമിലി എല്ലാവരും ഇപ്പോൾ ബീച്ച് സൈഡിരുന്ന് ഭയങ്കര ഹാപ്പിയാണ്. ബേബീസ് എല്ലാം സന്തോഷത്തിൽ ബീച്ച് സൈഡിരുന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു. ബേബീസ് എല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേബീസ് അങ്ങനെ ഭയങ്കര ഹാപ്പിയായി ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ തണ്ണിയിൽ കളിക്കായിരുന്നു. ഹീറോയിൻ എന്ന് പറയായിരുന്നു. അപ്പോൾ ജിൻ പറയായിരുന്നു, എങ്ങനെയുണ്ട് ഇത് പറയായിരുന്നു. എന്ന് പറയുന്നത് ഹീറോയിൻ മുറിക്കായിരുന്നു. 7 പറയാം എന്താ എന്ന് പറയായിരുന്നു. മുറിച്ച് നോക്കായിരുന്നു. അതെ ഹീറോയിൻ ടെൻഷനായിരുന്നു. അതെ എന്ന് പറ്റിയടി. അപ്പം ഇതാരാ ഒരു ഗേൾ ഫോട്ടോ വെച്ച് കട്ടിയായിരുന്നു. ഇല്ലടി ഇത് റൂമറാടി, അങ്ങനല്ല അത് അവിടെ ജോലിക്ക് വന്നത് എന്ന് പറയാം. ഹീറോയിൻ തുറച്ച് തയ്ക്കായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.